EV എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. വെച്ചാൽ നമ്മളൊരു ടോയ് വെഹിക്കിളായിട്ടാണ് നമ്മൾ EV എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത് എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ ഹാരിയർ EV വന്നത്. എൻ്റെ പേര് സംഗീത് എന്നാണ്. ഞാൻ ടെക് മഹീന്ദ്രയിലെ ടെക്നിക്കൽ ലീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാരിയർ EV എടുക്കാൻ വേണ്ടി പോയത് എനിക്ക് അങ്ങനെ ഒരു EV പ്ലാൻ ഇല്ലായിരുന്നു. ഹാരിയർ EV അങ്ങനെ പ്ലാൻ ഇല്ലായിരുന്നു. മറ്റേ ഫഹദിക്ക ഒരു മലയിൽ കയറ്റുന്ന ആ വീഡിയോ ഭയങ്കര നമ്മളെ ഒരു ഇമ്പ്രസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിലാണ് ഞാൻ ആ ഹാരിയർ EVയിലോട്ട് പോയത്. സിയറ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ്. ടാറ്റ സർവീസ് ഭയങ്കര പ്രശ്നമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ അതിൽ ലെക്സോൺ ടാറ്റയിലോട്ട് ഞാൻ പോയതും അതുകൊണ്ടാണ്. ലെക്സോൺ ടാറ്റ ഈ നിപ്പോണിൻ്റെ ഈ ടൊയോട്ടയുടെ അങ്ങനത്തെ സംഭവങ്ങൾ അവരുടേതാണ് ലെക്സോൺ ടാറ്റ. അവരുടെ സർവീസ് ഭയങ്കര സൂപ്പറാണ് എന്നുള്ള ആ ഒരു നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് അനലൈസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്തതിൽ ലെക്സോൺ ടാറ്റ സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ലെക്സോൺ ടാറ്റയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ സിയറ ബുക്ക് ചെയ്യാൻ വേണ്ടി ലെക്സോൺ ടാറ്റയിൽ ഞാൻ പോയി. അവിടെ പോയപ്പോൾ അവിടെ ഷോക്കേസായിട്ട് കിടന്ന സാധനമായിരുന്നു ഇത്, നമ്മുടെ ഹാരിയർ EV. അതും സ്റ്റെൽത്ത് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് എഡിഷൻ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കണമെന്ന് തോന്നി ഇരുന്നു. നമ്മുടെ ലെക്സോൺ ടാറ്റയിലുണ്ടായിരുന്ന അനന്തകൃഷ്ണൻ പുള്ളിയാണ് എനിക്ക് എക്സിക്യൂട്ടീവായിട്ട് വന്നത്. പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു, നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്ത് തന്നു. എനിക്ക് ഹാരിയർ EV അവിടെ ഇരുന്നു, കംഫോർട്ടായിരുന്നു. അതിൻ്റെ ഡോൾബി അറ്റ്മോസൊക്കെ കണ്ടപ്പം നമുക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഇഷ്ടത്തിൽ വന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് എനിക്ക് ആ ഒരു റിയർ വ്യൂ മിറർ, അത് ആദ്യം ഒരു ഹാഫ് ആൻ അവർ എനിക്കത് എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണത് ഭയങ്കര എനിക്ക് കംഫർട്ടായിട്ട് തോന്നി. അതിൻ്റെ ബ്രോഡ് വ്യൂ എന്താ വെച്ചാൽ ഇത് ഷാർക്ക് ആൻറ്റിനയിൽ വരുന്ന ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ബ്രോഡ് വ്യൂ നമുക്ക് കിട്ടും. ഒരുപാട് അത് ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് തോന്നി. നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണിൽ ഗ്ലെയർ അടിക്കുന്നൊന്നുമില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വെച്ചാലും ഒരേ വ്യൂ തന്നെയാണ്. അത് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. പിന്നെ മാപ്പ് നമുക്ക് ഈ കൺസോളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമ്മുടെ ഈ ഡ്രൈവിംഗ് കൺസോളിൽ തന്നെ ഈ മാപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ഒരു കംഫർട്ടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മെയിനായിട്ട് ഇതിൽ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് കൺസോളിൽ നോക്കി തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതൊരു ഭയങ്കര സേഫ്റ്റി ആയിട്ട് തോന്നി. ദെൻ വൈ നോട്ട് ഹാരിയർ EV UWD ഫുൾ ഓപ്ഷൻ സ്റ്റെൽത്ത് ബ്ലാക്ക്. എന്തോ ആവട്ടെ, ഒരു ജീവിതത്തിൽ ഒരു കാർ വാങ്ങാൻ പോകും, നല്ല കാർ വാങ്ങാമെന്ന് വിചാരിച്ചു.